മൈ മെറ്റയിലൂടെ എങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ചാറ്റ് ബോട്ട് ഫ്ലോയും സെറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനായി ചാറ്റ് ബോട്ട് ഫ്ലോ ആണ് നമ്മൾ ഇനിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നത്. ചാറ്റ് ബോട്ട് ഫ്ലോ എന്നത് കസ്റ്റമേഴ്സിനെ ഒരു പർട്ടിക്കുലർ പാത്തിലൂടെ നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിനായി ഫസ്റ്റ് ഇവിടെ ഒരു നെയിം കൊടുക്കുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഈസിലി ചൂസ് ചെയ്യാം. ഞാനിവിടെ ടെക്സ്റ്റ് മെസ്സേജ് യൂസ് ചെയ്യുന്നു. ഈ സെറ്റ് ഫോർ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ എന്ത് മെസ്സേജ് അയച്ചാലും ഓട്ടോമാറ്റിക്കലി ഇത് റിപ്ലൈ ആയിട്ട് പോകും. സോ ഞാനിത് സെറ്റ് ഫോർ ഓൾ അടിക്കുന്നു, ദെൻ ആഡ് ചെയ്യുന്നു. സോ ഞാനിവിടെ ഒരു ബട്ടൺ മെസ്സേജാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ എന്ത് മെസ്സേജ് വന്നാലും ഇനിഷ്യലി ഈ ഒരു ക്വസ്റ്റ്യൻ പോവുകയും സോ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ഇവൻറ്റ്, ഇവിടെ ഞാനൊരു ചാറ്റ് ബോട്ട് ഫ്ലോ ആണ് ക്ലിക്ക് ചെയ്തത്. കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്നും എന്ത് മെസ്സേജ് വന്നാലും ഇനിഷ്യലി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും ഇവിടെ 1 ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ടും 2 ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ടും സെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ചാറ്റ് ബോട്ട് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിവിടെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് ഈ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് അപ്ഡേറ്റ് ഫ്ലോസ് സെക്ഷൻ. ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലോസ് കാണാം. ഇവിടെ ചാറ്റ് ബോട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ചാറ്റ് ബോട്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുക. സോ ആഡിന് ശേഷം ക്ലിക്ക് ചെയ്യുന്നു, സാമ്പിൾ ആഡിന് ക്ലിക്ക് ചെയ്ത് സാമ്പിൾ ക്ലിക്ക് ചെയ്ത് എല്ലാവർക്കും വേണ്ടി ടേൺ ഓൺ ചെയ്ത ശേഷം സാമ്പിൾ ചൂസ് ചെയ്യുന്നു. സോ ഈ സാമ്പിൾ എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് സാമ്പിൾ എന്ന് പറഞ്ഞ ചാറ്റ് ബോട്ട് ഫ്ലോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇത് ടേൺ ഓൺ ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ ശേഷം ബാക്കിയെല്ലാം ഓഫ് ചെയ്ത് വെക്കുന്നു. സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഹലോ എന്ന് സെൻഡ് ചെയ്താൽ ഫസ്റ്റ് വരുന്നത് ഹൗ ക്യാൻ വി ഹെൽപ്പ് യു വരുന്നു. 1 ക്ലിക്ക് ചെയ്യുന്നു. സോ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് 1. അതുപോലെ തന്നെ സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താങ്ക് യു ഫോർ ചൂസിങ്. ഇങ്ങനൊരു ഫ്ലോ ആണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ എത്ര തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ഫോർ ഓൾ ക്ലിക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഇവൻറ്റിന് മാത്രമായിരിക്കും മറ്റ് മെസ്സേജുകൾ ട്രിഗർ ആവുന്നത്. സെറ്റ് ഫോർ ഓൾ ക്ലിക്ക് ചെയ്യാതിരുന്നാൽ ഈ ഒരു ഇവൻറ്റിന് മാത്രമായിരിക്കും ഇത് സംഭവിക്കുക. വേറൊന്നും നമ്മുടെ ചാറ്റ് ബോട്ട് വർക്കാവില്ല. സോ ഞാനിതിവിടെ സേവ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ നോക്കിയാൽ ഹായ് എന്ന മെസ്സേജിന് തിരിച്ച് റിപ്ലൈ തരും. ഞാൻ ഹലോ ടൈപ്പ് ചെയ്താലോ അല്ലെങ്കിൽ ലേൺ മോർ ടൈപ്പ് ചെയ്താലോ യാതൊരുവിധ ഇവൻറ്റ്സും ഉണ്ടാവില്ല. എങ്കിലും ഞാൻ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചാറ്റ് ബോട്ടിൻ്റെ സൈഡിൽ നിന്നും റിപ്ലൈ വരും.